ആരമ്മ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സന്തോഷ വാർത്ത നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ആരമ്മ ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിക്കുന്നവർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞാൻ ഈ വീഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. വീഡിയോ നമ്മുടെ ക്രിസ്മസ് ഓഫറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ മുന്നത്തെ വീഡിയോ അഡീനിയത്തിൻ്റെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ 95 റുപ്പീസ് കോംബോ ഓഫറിൽ വരുന്ന പ്ലാനിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഭയങ്കര റെസ്പോൺസാണ് കിട്ടിയത്. നമ്മുടെ പ്ലാൻസ് എല്ലാം സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പോൾ ഒത്തിരി പേര് പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ പ്ലാൻസ് വന്നിട്ടില്ല. അപ്പോൾ വന്നു കഴിഞ്ഞ ശേഷം ഞാൻ പുതിയ വീഡിയോ ഇടുന്നതാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് തരുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ആഗ്രഹമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സിൻ്റെ കോംബോ ഓഫർ, ക്രിസ്മസ് കോംബോ ഓഫറാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു മാസം മുന്നേ നമ്മളൊരു വീഡിയോ ഇടുന്നത് ഇതേപോലെ പ്ലാൻസ് എല്ലാം പെട്ടെന്നാണ് സ്റ്റോക്ക് ഔട്ട് ആയത്. അന്നും കുറേ പേർക്ക് നമുക്ക് പ്ലാൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലായിടത്തും പുതിയ വീഡിയോ പെട്ടെന്ന് വരും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് റിലേറ്റഡാണ് ഇന്നത്തെ വീഡിയോ. ഡെൻഡ്രോബിയം സീഡ്ലിങ്സിൻ്റെ പ്ലാന്റ് സൈസ് ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ കാണിക്കുന്ന വന്നിട്ട് ഇതിനകത്ത് ഓൾറെഡി ബഡ് വന്ന പ്ലാന്റാണ്. പക്ഷേ എല്ലാ പ്ലാന്റ്സും ബഡൊന്നും ഈ പ്രായത്തിൽ വരണം എന്നില്ല, കാരണം സീഡ്ലിങ്സ് ആയതുകൊണ്ട്. ഇതിപ്പോൾ നമുക്ക് കിങ് കോബ്ര വാരവൺ എന്നുള്ള പ്ലാന്റിൽ ഇപ്പോൾ ബഡ് വന്നതാണ്. പക്ഷേ എല്ലാ പ്ലാന്റും അങ്ങനെയൊന്നുമല്ല കേട്ടോ. എല്ലാ പ്ലാന്റും സീഡ്ലിങ് സൈസ് തന്നെയാണ്. ഞാനത് പ്രത്യേകം പറയുവാണ്. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം. പല പ്ലാന്റ്സും പല സൈസാണ്, പക്ഷേ എല്ലാം ടാഗുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് ഒരു അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ് വരുന്നത്. നമുക്ക് ചില പ്ലാന്റ്സുകൾ വളരെ ചെറുതാണ്, ചിലത് കുറച്ച് വലുതാണ്. അത് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച്. ഇത് കണ്ടോ 303 ഡിയാങ് ഉഡോംശ്രീ എന്നുള്ളൊരു പ്ലാന്റാണ്. ചെറിയ പ്ലാന്റാണത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഒരു 10 പ്ലാന്റ് വലിയ പ്ലാന്റ് നോക്കി വയ്ക്കാൻ പറയുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് 10 വലിയ പ്ലാന്റ്സ് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ID സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് വലിയ പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ID വരുവാണെങ്കിൽ എല്ലാം സെയിം സൈസ് തന്നെ ഇരിക്കും. അപ്പോൾ ആ പ്ലാന്റ് നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ അതിൽ ആ സൈസ് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സൈസ് പ്ലാന്റ്സ് പലതും, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പ്ലാന്റ്സിൻ്റെ സൈസ് ഒരു അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ് കാണിക്കുന്നത്. പ്ലാന്റ് സൈസ് കണ്ടതിന് ശേഷം മേടിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ചത് ഇതാണെന്ന് പറയരുത്. കാരണം ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ് സൈസ് ഒരു അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ പ്ലാന്റ് ആണെന്ന് പറഞ്ഞാൽ ആരും എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് വരരുത്. ഓക്കെ, അപ്പോൾ എല്ലാം അങ്ങനെ നല്ല കണ്ടോ. ഇത് കണ്ടോ 4 ഷൂട്ടൊക്കെ ഉള്ള വലിയ പ്ലാന്റ്സാണ്. ഇതാണ് കൂടുതലും നമുക്ക് ഉള്ളത്. പക്ഷേ എന്നാലും ഞാൻ വലിയ പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ അധികം കാണിക്കുന്നില്ല. ചെറിയ പ്ലാന്റ്സ്, വലിയ പ്ലാന്റ്സ് എല്ലാവർക്കും സന്തോഷമാണല്ലോ. അപ്പോൾ ചെറിയ പ്ലാന്റ്സിൻ്റെ ഒരു സൈസാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാം ഇതൊക്കെ കണ്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഓലാങ് എന്നുള്ളൊരു വൈറ്റിൽ റെഡ് ലിപ്പ് വരുന്ന പ്ലാന്റാണ്. ഇത് കണ്ടോ, ഇത് നല്ല വലിയ പ്ലാന്റാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ പ്ലാന്റ് സൈസ് കാണാം കേട്ടോ. വൈറ്റ് ഡയമണ്ട് എന്നുള്ള ഒരു കോമ്പാക്റ്റം വെറൈറ്റിയാണ്. ചെറിയ പ്ലാന്റാണ്. അത് എപ്പോഴും ചെറിയ പ്ലാന്റ് തന്നെ. പക്ഷേ ഇത് കണ്ടോ, ഇതിപ്പം ബഡ് വരാറായിട്ടുള്ള പ്ലാന്റ്, പക്ഷേ അത് പ്ലാന്റ് സൈസ് കണ്ടോ ചെറുതാണ്. അപ്പം മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത്. നമുക്കിപ്പോൾ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിലെ 30ഓളം കളേഴ്സ്, 30ൽ കൂടുതൽ കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ക്രിസ്മസ് ഓഫർ പ്ലസ് നമ്മുടെ 5000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സ്പെഷ്യൽ ഓഫർ എന്നുള്ള രീതിയിൽ ഓഫർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് ഈ സൈസിലുള്ള ടാഗുള്ള വിത്ത് ടാഗോട് കൂടി തരുന്ന ടാഗുള്ളപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ കുറവായിരിക്കും. നമ്മുടെ IDസിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല. കറക്റ്റായിട്ട് വിരിയാൻ ചാൻസ് കൂടുതൽ. 95% നമുക്ക് ആ സെയിം ഐഡിയിൽ തന്നെ ഫ്ലവർ കിട്ടുന്നവരായിട്ട് നമ്മുടെ ടാഗ് ഉള്ളപ്പോൾ അതാണ് ഒരു ധൈര്യം. അപ്പോൾ ഇങ്ങനെ ടാഗോട് കൂടി ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പ്ലാന്റിനാണെങ്കിൽ 120 രൂപ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അതേസമയം 5 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 115 രൂപ വെച്ചാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. 115 രൂപ വെച്ചായിരിക്കും 5 പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത്. ഒരു പ്ലാന്റിന് 115 രൂപ. അതേസമയം 10 പ്ലാന്റിൻ്റെ കോംബോ എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ഒരു പ്ലാന്റ് 110 രൂപ ആയിരിക്കും നമ്മുടെ ഈ
ഹെൽത്തി ആയിട്ടുള്ള ഈ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. 110 രൂപയ്ക്ക് 10 പ്ലാന്റിൻ്റെ കോംബോ ഇട്ട് ഈ ടാഗുള്ള പ്ലാന്റ്സ് കിട്ടുക. അതേസമയം 20 പ്ലാന്റിൻ്റെ കോംബോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 99 രൂപയ്ക്ക്, കാരണം അതാണ് നമുക്ക് 20 പ്ലാന്റ് ഒന്നിച്ചെടുക്കുമ്പോൾ 99 രൂപ വെച്ച് നിങ്ങൾക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അതും എന്താ പറയുക, ടാഗോട് കൂടിയ ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് 99 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും സീഡ്ലിങ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, അധികം വലിയ പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹമില്ല, സീഡ്ലിങ്സ് മേടിച്ച് ഒത്തിരി കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓഫറായിരിക്കും ഇത്. ബുറാന എമറാൾഡ് എന്നുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഉണ്ടല്ലോ, ഇതാണ്. അപ്പോൾ ഈ ഐഡീസ് ഒക്കെ ഞാൻ പ്രത്യേകം കാണിക്കുന്നത്. ഈ ഐഡീസ് മേടിക്കുന്നവർ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ് സൈസ് ചെറുതാണെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. അതുകൊണ്ടാണ് ഈ ഓഫറിലുള്ള പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. ഡീറ്റെയിൽസും കളേഴ്സും കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് വഴിയും DTDC വഴിയും നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അൺബോക്സിങ് വീഡിയോ ഇടുക. എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ ഇല്ലാത്ത ഒരു കംപ്ലയിൻസും നമ്മൾ സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ കറക്റ്റായിട്ട് അൺബോക്സിങ് വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പ്ലാന്റ് കേടാണ്, എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റെക്ടിഫൈ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇവർക്ക് സങ്കടം വരുന്ന ഒരു കാര്യമാണ്, ഇതിനകത്ത് ഒറ്റ ഹെൽത്തി റൂട്ട് പോലും ഇല്ല, ഫുൾ ഡ്രൈ റൂട്ടാണ് എന്ന് പറയുന്നത്. കാരണം ഒരു കാര്യം, നമ്മൾ ഈ പ്ലാന്റ് അയക്കുന്നതിന് 2 ദിവസം മുന്നേ പ്ലാന്റ് നനയ്ക്കില്ല, പിന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു 2 ദിവസമാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന, അപ്പോൾ പ്ലാന്റ് ആകെ ഡ്രൈ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കയ്യിൽ കിട്ടിയ ഉടനെ ഈ പ്ലാന്റ് ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സാഫ് കലക്കുക. ഈ പ്ലാന്റ് ഫുള്ളായിട്ട് മുക്കി വയ്ക്കുക, ഒരു 10-20 മിനിറ്റ് മുക്കി വയ്ക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കിട്ടിയിട്ട് പ്ലാന്റ് ഉഷാറാവും. പിന്നെ റൂട്ടിൻ്റെ കാര്യം പറയുന്നവർ, ഇത് കണ്ടോ, ഈ പ്ലാന്റ് ഫുൾ ഡെഡ് റൂട്ട്സ് ആണ്, കണ്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ പോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫ്രഷ് റൂട്ട്സ് ഒന്നും നമുക്ക് ഈ സീഡ്ലിങ്സിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പോട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ സൈഡിൽ നിന്നും പുതിയ റൂട്ട്സ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തുള്ള പ്ലാന്റ്സിൽ തന്നെ കുറേ ഫ്രഷ് റൂട്ട്സ് വരുന്നുണ്ട്. നമ്മൾ സ്പ്രേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, കണ്ടോ. ഇത് കണ്ടോ, റൂട്ട്സ് വരുന്നുണ്ടോ. ഇതേപോലെ നമ്മൾ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ പ്ലാന്റ്സിനും ഒരേ സമയം തന്നെ ഒന്നും വരത്തില്ല. അപ്പോൾ ചില പ്ലാന്റ്സ് ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ റൂട്ട്സ് ചത്തുപോകും, കാരണം ഡ്രൈ ആയി കഴിയുമ്പോൾ ചത്തുപോകും. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സ്പ്രേ കൊടുത്ത് കഴിയുമ്പോൾ മാത്രമേ ഇതേപോലെ സൈഡിൽ നിന്നും പുതിയ റൂട്ട്സ്, നമ്മൾ റൂട്ട് ഹോർമോൺ നമ്മൾ കൊടുക്കുന്ന ബ്ലാക്ക് ഗോൾഡാണ്, ബ്ലാക്ക് ഗോൾഡൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇതേപോലത്തെ ഫ്രഷ് റൂട്ട്സ് വരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കംപ്ലയിൻസ് ആയതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റൂട്ട് ഫ്രഷ് അല്ല, ഒരു നല്ല റൂട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഇതൊക്കെ ഇങ്ങനെ കിടന്നാലും കണ്ടോ, ഇതിനകത്തൊക്കെ കണ്ടോ റൂട്ട്സ് വരുന്നുണ്ടോ. അതേപോലെ തന്നെ നമ്മൾ പോട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല റൂട്ട്സ് വരും. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഈ ചകിരിയൊക്കെ, നിങ്ങൾ ചിലർ പറയും ചകിരി പോലും ഇല്ലായിരുന്നു. ചകിരിക്കൊന്നും ഒരു കാര്യമില്ല. ഈ ചകിരിയൊക്കെ ഇങ്ങനെ നമ്മൾ പോട്ട് ചെയ്യുമ്പോഴൊക്കെ ഇളക്കി കളയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എന്നിട്ടും ഈ പ്ലാന്റിന് ഒരു കുഴപ്പമില്ല കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ പോട്ടിൽ ഇങ്ങനെ വച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും പ്ലാന്റ്സിന് ഒരു പ്രശ്നവും ഇല്ലാണ്ടിരിക്കുന്നുണ്ടോ. അതേപോലെ തന്നെ നിങ്ങൾ കൈ കിട്ടുമ്പോൾ നിങ്ങൾ പോട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റിന് ഒന്നും സംഭവിക്കില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അത് വളർന്നു വന്നോളും. അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. കാരണം ഇതൊക്കെ നമ്മുടെ ഇപ്പം തന്നെ ഈ പ്ലാന്റ്സ് നമ്മുടെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയായി. അപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇത് ചത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഒരിക്കലും നശിച്ചു പോവില്ല കേട്ടോ. അത് ഓർക്കിഡ് അങ്ങനെ നശിക്കുന്ന പ്ലാന്റ് അല്ല, അത് ആദ്യം മനസ്സിലാക്കാം. നമ്മളൊക്കെ നോർത്തിലേക്കൊക്കെ അയക്കുന്ന പ്ലാന്റ്സുകൾ ചിലപ്പോൾ 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഇപ്പം 2 ദിവസം മുന്നേ നമുക്കൊരു കൊറിയർ തെറ്റി നോർത്തിൽ പോയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഡെൻഡ്രോബിയം പ്ലാന്റ് വന്ന ഒരു വീഡിയോ ഞാൻ ഈ ഫോട്ടോ സൈഡിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ പ്ലാന്റ് അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ എന്നിട്ട് പോലും അത് ഫുള്ളായിട്ട് ഡെഡ് ആയിട്ടില്ല. നമ്മൾ ആ കസ്റ്റമറിന് ക്യാഷ് റീഫണ്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ നമുക്ക് നഷ്ടമാണ് അത് പോയത്. പക്ഷെ എന്ത് ചെയ്യാം, അത് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ചിലപ്പം രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഓർക്കിഡ് ഒരു കാരണവശാലും അത്രയ്ക്കും മോശം കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ഡെൻഡ്രോബിയൊക്കെ നശിച്ചു പോകത്തുള്ളൂ. അല്ലാതെ ഒരു ഓർക്കിഡും നശിക്കില്ല കേട്ടോ. ഡെൻഡ്രോബിയത്തിൻ്റെ ഓഫർ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ ഓഫർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം, മറ്റുള്ളവർക്കും ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓഫർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു, ബൈ ബൈ.